Hi students, reflection of light in spherical mirrors. 8th standard physics reflection of light in spherical mirrors എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് റേ ഡയഗ്രാം, അതായത് ഒരു കോൺകേവ് മിററിലാണെങ്കിലും കോൺവെക്സ് മിററിലാണെങ്കിലും റേസ് ഓഫ് ലൈറ്റ് പല പൊസിഷനിൽ നിന്ന് വരുന്ന റേസ് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം എങ്ങനെ കടന്നു പോകും എന്ന് നമ്മൾ ചിത്രത്തിന്റെ സഹായത്തോടെ വിശദമായിട്ട് പഠിച്ചു അല്ലെ. 4 പോയിന്റ്സ് ആണ് നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ആ 4 പോയിന്റ്സ് നല്ല ബൈഹാർട്ട് ആക്കിയിട്ട് വേണം നമുക്ക് ആ ഇമേജ് ഫോർമേഷനിലേക്ക് കടക്കാൻ. അപ്പൊ 4 പോയിന്റ്സും ഒരു ചാർട്ട് രൂപത്തിലാക്കിയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കി വേണം അടുത്ത ആ ഒരു ടോപ്പിക്കിലോട്ട് കടക്കാൻ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണിക്കുന്നത് പാത്ത് ഓഫ് ദ റിഫ്ലക്റ്റഡ് റേ, അതായത് 4 കേസിൽ ഇൻസിഡന്റ് റേ എങ്ങനെയായിരിക്കുന്നോ അതിനനുസരിച്ച് റിഫ്ലക്റ്റഡ് റേ എങ്ങനെയായിരിക്കും എന്നാണ് ഈ ഒരു ചാർട്ടിൽ കൂടി നമ്മൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ആ ഒരു റേ ഡയഗ്രത്തിന്റെ 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 4 കേസസ്, പ്രകാശരശ്മി വന്ന് പതിക്കുന്ന 4 ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ആ ഒരു കോൺകേവ് മിററിലാണെങ്കിലും കോൺവെക്സ് മിററിലാണെങ്കിലും പ്രകാശരശ്മികൾക്ക് റിഫ്ലക്ഷൻ എങ്ങനെയാണ് ഉണ്ടായത്, ഏത് വഴിയാണ് അത് റിഫ്ലക്ട് ചെയ്ത് പോയത് എന്നാണ് ഈ ഒരു ചാർട്ടിൽ കൂടി നമ്മൾ വിശദമാക്കുന്നത്. 4 പോയിന്റ്സ് നമ്മൾ നല്ല വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം, എന്നിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷനിലേക്ക് കടക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, parallel to the principal axis. The incident ray is parallel to the principal axis. Incident ray principal axis ന് parallel ആയി വന്ന് പതിക്കുകയാണെങ്കിൽ പ്രകാശരശ്മി റിഫ്ലക്ട് ചെയ്തതിനു ശേഷം എങ്ങനെ പോകും? റിഫ്ലക്റ്റഡ് ബാക്ക് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. കോൺവെക്സ് മിററിലാണെങ്കിലോ അപ്പിയേഴ്സ് ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്ക് ആ ഒരു ഫിഗർ നമ്മുടെ മനസ്സിലിരിക്കണം അല്ലെ. കോൺവെക്സ് മിററിലാണെങ്കിൽ പ്രകാശരശ്മി വന്ന് പതിച്ചിട്ട് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഒരു പോയിന്റ്, ഫിക്സഡ് പോയിന്റിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൺവേർജ് ചെയ്യുന്നില്ല. പിന്നെയോ ഒരു നിശ്ചിത പോയിന്റിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വന്നതായി നമുക്ക് തോന്നിക്കുന്നതേ ഉള്ളൂ. അപ്പിയേഴ്സ് ടു കം ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ പാരലൽ ആയിട്ടാണ് പ്രകാശരശ്മി വന്ന് പതിക്കുന്നതെങ്കിൽ കോൺകേവ് മിററിൽ അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. കോൺവെക്സ് മിററിലാണെങ്കിൽ അപ്പിയേഴ്സ് ടു കം ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് വരുന്നതായി നമുക്ക് തോന്നും. രണ്ടാമത്തെ പോയിന്റ്, പ്രകാശരശ്മി വന്ന് പതിക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണെങ്കിലോ, ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് പ്രകാശരശ്മി വന്ന് പതിക്കുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ആ ഒരു രശ്മി എങ്ങനെ പോകും? ഗെറ്റ് റിഫ്ലക്റ്റഡ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയി അത് റിഫ്ലക്ട് ചെയ്ത് പോകും. കോൺകേവ് മിററിലാണെങ്കിൽ റിഫ്ലക്റ്റഡ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കോൺവെക്സ് മിററിലാണെങ്കിലോ സെയിം, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി പോകും. കോൺകേവ് മിററിലാണെങ്കിലും കോൺവെക്സ് മിററിലാണെങ്കിലും. ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി, ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. ഇൻസിഡന്റ് റേ ഈസ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്? റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം പാത്ത്. എന്ന് പറഞ്ഞാൽ എന്താ? ആ വന്ന് പതിച്ച സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വന്ന് പതിച്ച ആ ഒരു പാത്തിൽ കൂടി തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. കോൺകേവ് മിററിലാണെങ്കിലും കോൺവെക്സ് മിററിലാണെങ്കിലും സെയിം. നാലാമത്തേത്, ഇൻസിഡന്റ് ഒബ്ലിക്വലി ഓൺ ദ പോൾ. പോളിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്ത് സംഭവിക്കും? പോളിൽ വന്ന് പതിക്കുന്നത് ഒരു നിശ്ചിത ആംഗിളിലായിരിക്കുമല്ലോ. ആ ആംഗിൾ എന്ന് പറയുന്ന പേരെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ആ ഒരു പ്രകാശരശ്മിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? Gets reflected such that angle of incidence is equal to angle of reflection. വന്ന് പതിച്ച ആംഗിൾ എത്രയാണോ ആ ഒരു ആംഗിളിൽ തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. സെയിം പ്രോസസ് ആണ് കോൺവെക്സ് മിററിൽ സംഭവിക്കുന്നത്. Gets reflected such that angle of incidence is equal to angle of reflection. ഈ 4 പോയിന്റ്സ് നമ്മൾ നല്ല മനസ്സിലാക്കണം. ആ ഫിഗർ നമ്മൾ മനസ്സിൽ കാണണം. മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്കിത് 4 പോയിന്റ്സ് പഠിക്കുന്നത്. എപ്പോൾ ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ ഇതൊന്ന് ബൈഹാർട്ട് ആക്കിയിട്ട് വേണം ഇമേജ് ഫോർമേഷനിലേക്ക് പോകാൻ. നമുക്ക് ഇമേജ് ഫോർമേഷൻ ത്രൂ എ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. ഇനി നമുക്ക് ഇമേജ് ഫോർമേഷനെ കുറിച്ചിട്ട് പഠിക്കാം. ഒരു കോൺകേവ് മിററിൽ വസ്തു പല സ്ഥാനത്തായിരുന്നാൽ ആ ഒരു കോൺകേവ് മിററിൽ പ്രകാശരശ്മി, വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ചെന്ന് തട്ടിത്തെറിച്ച് എവിടെയാണ് അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്, ആ ഇമേജിന്റെ സ്വഭാവം എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരു കോൺകേവ് മിറർ നോക്കൂ, ഇത്രയും നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു കോൺകേവ് മിററിന്റെ പോളാണിത്. ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. ഇപ്പൊ ഒരു കോൺകേവ് മിററിൽ ഒരു വസ്തു, ഏതെങ്കിലും ഒരു വസ്തു
ആ ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ ഈ ഒരു മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് രണ്ടോ അതിലധികമോ പ്രകാശരശ്മികൾ എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെയാണ് ആ ഒരു വസ്തുവിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഒരു വസ്തുവിൽ നിന്നുള്ള രണ്ടോ അതിലധികമോ പ്രകാശരശ്മികൾ ചെന്ന മിററിൽ തട്ടി തെറിച്ച് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് ആ ഒരു വസ്തുവിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു കോൺകേവ് മിററിൽ വസ്തു ഇൻഫിനിറ്റിയിലായിരിക്കുന്ന ഒരു കേസിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു അത് നമുക്ക് പഠിക്കാനുണ്ട്. വസ്തു ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും. രണ്ടാമത്തെ കേസ് ഒബ്ജക്റ്റ് ബിയോണ്ട് സിക്ക് അപ്പുറമാണെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് അത് നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഈ ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. പിന്നീട് ഏതാണ്, ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിലാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, ആ ഇമേജിന്റെ സ്വഭാവം എന്തൊക്കെയാണ്. പിന്നീട് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റ് എഫിലാണെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും, ആ ഇമേജിന്റെ സ്വഭാവം എന്തൊക്കെയാണ്. ഇത്രയും കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തേത്, ബിയോണ്ട് സിക്ക് അപ്പുറമാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് തട്ടിത്തെറിച്ച് വരുന്ന പ്രകാശരശ്മികൾ മിററിൽ വന്ന് തട്ടി എവിടെ കോയിൻസൈഡ് ചെയ്യുന്നു, എവിടെ കൂട്ടിമുട്ടുന്നു, ആ ഒരു പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സിയിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബിയോണ്ട് സിയിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. സിയിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. സിക്കും എഫിനും ഇടയിലാണെങ്കിൽ എവിടെ ഫോം ചെയ്യും, എഫിലാണെങ്കിൽ എവിടെ ഫോം ചെയ്യും. ഇത്രയും കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന രണ്ടോ അതിലധികമോ പ്രകാശരശ്മികൾ എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു വസ്തുവിൽ നിന്ന് ഒരുപാട് പ്രകാശരശ്മി വന്ന് നമ്മുടെ മിററിൽ തട്ടും. അപ്പൊ എല്ലാ രശ്മികളും നമുക്ക് വരയ്ക്കേണ്ടതില്ല. രണ്ട് രശ്മികൾ, നമ്മൾ ആ നേരത്തെ പഠിച്ച 4 പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ നമുക്കത് അറിയാം, ചെന്ന് തട്ടുന്ന സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം. ഫോക്കസിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെ പോകുമെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാവുന്ന ആ ഒരു 4 പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. അതായത് 2 രശ്മികൾ നമുക്ക് വരയ്ക്കാം. ആ 2 രശ്മികൾ നമുക്ക് അറിയാവുന്ന ആ ഒരു റൂൾ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. എന്നിട്ട് ആ 2 രശ്മികളും എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെ നമുക്ക് ഇമേജ് ഫോം ചെയ്തതായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് ഇമേജ് ബൈ എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിന്റെ മുൻപിൽ ഒരു വസ്തു കൊണ്ടുവച്ചാൽ ആ ഒരു കോൺകേവ് മിറർ ആ വസ്തുവിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യും, ആ ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അത് കുറെ കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. പല സ്ഥാനങ്ങളിൽ ഒരു കോൺകേവ് മിററിന്റെ പല പൊസിഷൻസിൽ വസ്തു ഇരുന്നാൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ആ ഇമേജിന്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, വസ്തു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരുന്നാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, ആ ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം, എപ്പോഴും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന രണ്ടോ അതിലധികമോ രശ്മികൾ എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു വസ്തുവിൽ നിന്നാകുമ്പോൾ ഒരുപാട് പ്രകാശരശ്മികൾ വന്ന് ഈ മിററിൽ തട്ടും. നമുക്കതെല്ലാം വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് കുറെ കേസസ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രകാശരശ്മികൾ ഇന്ന രീതിയിൽ വന്ന് പതിച്ചാൽ ഇന്ന രീതിയിൽ പോകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു 4 കേസ്, ആ ഒരു 4 റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് ഫോർമേഷൻ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് കേസ്, ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് മിറർ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ പോള്, പ്രിൻസിപ്പൽ ആക്സിസ്, സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇൻഫിനിറ്റിയിലാണെങ്കിൽ പ്രകാശരശ്മി എങ്ങനെയും വന്ന് പതിക്കുള്ളൂ, പാരലൽ ആയിട്ടല്ലേ വന്ന് പതിക്കുള്ളൂ, അല്ലാതെ പ്രിൻസിപ്പൽ ഫോക്കസ് ഇങ്ങനെ വന്ന് പതിക്കുമോ? ഇല്ല. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികൾ പാരലൽ ആയിട്ടേ വന്ന് വീഴുള്ളൂ. വന്ന് വീണതിന് ശേഷം അതെങ്ങനെ പോകും, ഇങ്ങനെ പോകും, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പോകും. അപ്പം എവിടെയാണ് മീറ്റ് ചെയ്തത്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് പ്രകാശരശ്മികൾ മീറ്റ് ചെയ്തത്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ആ ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും നോക്കൂ. യഥാർത്ഥത്തിൽ പ്രകാശരശ്മികൾ റിഫ്ലക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലാതെ ഉണ്ടെന്ന് തോന്നിക്കുകയല്ലോ, മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ യഥാർത്ഥ ഒരു ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഇമേജ് റിയൽ ആണ്, ഇമേജ് റിയൽ ആണ്. അതോടൊപ്പം തന്നെ ഈ ഇമേജിന്റെ ഒരു സ്വഭാവം നോക്കിയ ഒരു പോയിന്റഡ് ഇമേജ് അല്ലെ, വളരെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എഫിൽ ഫോം ചെയ്യുന്നത്. ഡിമിനിഷ്ഡ്
ഇമേജ് ആണ്. പിന്നെന്താണെന്ന് അറിയാമോ? ഇൻവേർട്ടഡ് ആണ്. അത് ഈ ഒരു കേസിൽ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല, എന്നാലും പറയുകയാണ് ഇൻവേർട്ടഡ് ഇമേജ്. വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ദ ഇമേജ് ഈസ് റിയൽ, ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് എഫിൽ ഫോം ചെയ്യുന്നത്. വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എ റിയൽ, ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എഫ്. രണ്ടാമത്തെ കേസ് ഒബ്ജക്റ്റ് സിക്കപ്പുറം ബിയോണ്ട് സി ആണെങ്കിൽ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? നോക്കൂ, ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എവിടെ മീറ്റ് ചെയ്യുന്നോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇങ്ങനെ പാരലായിട്ട് വന്ന് പതിക്കുന്ന ഒരു പ്രകാശരശ്മി വരയ്ക്കാം. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പതിക്കുന്ന ഒരു പ്രകാശരശ്മി വരയ്ക്കാം. രണ്ടെണ്ണം വരച്ചാൽ മതി. സിയിൽ കൂടെ പോകുന്നത് വേണേലും വരയ്ക്കാം. പക്ഷേ നമുക്ക് രണ്ടെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. രണ്ട് പ്രകാശരശ്മി വന്ന് വീണിട്ട് റിഫ്ലക്ട് ചെയ്ത് എവിടെ മീറ്റ് ചെയ്യുന്നു നോക്കിയാൽ മതി. അപ്പൊ പാരലായിട്ട് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെ പോകും? ഇങ്ങനെ പോകും അല്ലെ. എഫിൽ കൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എങ്ങനെ പോകും? എഫിൽ കൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി പാരലായിട്ട് പോകും. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. രണ്ട് എവിടെ മീറ്റ് ചെയ്തു? സിക്കും എഫിനും ഇടയിൽ മീറ്റ് ചെയ്തു. ഒബ്ജക്റ്റിനെ നമുക്ക് ഒ ബി എന്ന് അടയാളപ്പെടുത്താം, ഇമേജിനെ നമുക്ക് ഐ എം എന്നും അടയാളപ്പെടുത്താം. ഈ ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജ് ആയിരിക്കും ഐ എം കേട്ടോ. അപ്പൊ ഞാൻ ആ വരച്ചതിന്റെ ചെറിയ കറക്റ്റ് അളവിൽ വരയ്ക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റിനേക്കാൾ വളരെ ചെറിയ ഇമേജ് ആയിരിക്കും എഫിനും സിക്കും ഇടയിൽ ഫോം ചെയ്തത്. റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇമേജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെന്താണ്? ഡിമിനിഷ്ഡ് ഇമേജും ആയിരിക്കും. ഫോം ചെയ്യുന്നത് എവിടെയാണ്? സിക്കും എഫിനും ഇടയിൽ ആയിരിക്കും. വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി, ഒബ്ജക്റ്റ് സിക്ക് അപ്പുറം ആണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞേ, when the object is beyond C, a real, inverted and a diminished image is formed between F and C. മൂന്നാമത്തെ കേസ്, the object is at C. ഒബ്ജക്റ്റ് സിയിലാണെങ്കിൽ പോള് സി എഫ്. സിയിലാണ് വസ്തു ഇരിക്കുന്നത്. വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി പാരലായിട്ട് വന്ന് പതിക്കുന്നത് എഫിൽ കൂടെ പോകും. എഫിൽ കൂടെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി പാരലായിട്ട് പോകും. രണ്ടും എവിടെ മീറ്റ് ചെയ്തു? ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. അതായത് സിയിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഒ ബി ആണ് വസ്തു, ഐ എം ആണ് ഇമേജ്. അപ്പം സിയിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ പാരലായി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി എഫിൽ കൂടി കടന്നു പോകും. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വന്ന് പതിക്കുന്ന പ്രകാശരശ്മി പാരലായി കടന്നു പോകും. ഈ രണ്ട് പ്രകാശരശ്മികളും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ആ ഒരു പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് ഫോം ചെയ്യുന്ന പൊസിഷൻ നമ്മൾ വരച്ചപ്പോൾ എവിടെയാണ് കിട്ടിയത്? സിയിൽ തന്നെയാണ്. ആ ഒരു ഇമേജിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെന്താ? ഡിമിനിഷ്ഡ് ആണോ? അല്ല, സെയിം സൈസ് ആണ്. സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ്. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള അതേ പൊസിഷനിൽ റിയൽ ആയിട്ടും ഇൻവേർട്ടഡ് ആയിട്ടുമുള്ള ഒരു ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. When the object is at C, image is also at C. Image is real, inverted and same size of object. ഇനി 2-3 പൊസിഷനിൽ കൂടി ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മതി. ഓക്കെ, ബൈ.